ഭഗവത് ഭക്തന്മാരെ പല എപ്രകാരത്തിലാണ് ഭഗവാൻ രക്ഷിക്കുന്നത് എന്നും ഓരോരുത്തർക്കും അങ്ങനെ വന്നിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചും പലരും യൂട്യൂബിൽ കൂടെയും എല്ലാം പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഓരോരോ അനുഭവങ്ങൾ ഞാൻ മുൻ എപ്പിസോഡുകളിലും പങ്കുവച്ചിട്ടുണ്ട്. അതുമാതിരി ഒരു അനുഭവമാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അധികം താമസിയാണ്ടായി. എനിക്കൊരു 29-30 ഒക്കെ വയസ്സായിട്ടുണ്ടാവും. ആ സമയത്ത് എൻ്റെ ഒരു റിലേറ്റീവ് എനിക്ക് ഒരു കല്ല് വെച്ച ഒരു മോതിരം, സ്വർണ്ണ മോതിരം വാങ്ങിച്ചു തന്നു. അത് അമിത്തിസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റോണായിരുന്നു അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു മോതിരമായിരുന്നു. എനിക്കും ഭയങ്കര താല്പര്യമായിരുന്നു അതിൽ. അപ്പോൾ അത് അങ്ങനെ ഞാൻ വിരലിൽ ഇട്ടുകൊണ്ട് അങ്ങനെ നടക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കത്തിൽ, അതായത് കണ്ണ് എപ്പോൾ അടച്ചാലും അപ്പോൾ നിറച്ച് പാമ്പുകൾ ചുറ്റും നിൽക്കുന്ന മാതിരി ഒരു അനുഭവം വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പണ്ടത്തെ എപ്പിസോഡിലും പറഞ്ഞിരുന്നു, ഞാൻ പൊതുവേ ശിവഭക്തനാണ്. ശിവൻ്റെ നാമങ്ങളാണ് എപ്പോഴും ഞാൻ ചൊല്ലാറുള്ളത് അധികമായിട്ട്. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ഒരിക്കലും സ്വപ്നം കാണാറില്ല. സ്വപ്നം എന്തെങ്കിലും കണ്ടാൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ പഞ്ചാക്ഷരം ജപിക്കാൻ തുടങ്ങും. അപ്പം അത് പോവും. അങ്ങനെയാണ്. അപ്പം ഇത് ഈ നമ്മൾ കിടക്കുമ്പോൾ ബെഡിൻ്റെ 4 പുറം നിറയെ പാമ്പുകൾ, ഉഗ്രസർപ്പങ്ങൾ പടം വിരുത്തി കൊണ്ട് നിൽക്കുന്ന മാതിരിയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മളെ ഒരിക്കലും കടിക്കുന്നില്ല. അപ്പം ഞാൻ പഞ്ചാക്ഷരം ജപിക്കാറുണ്ട്. അങ്ങനെ എന്നാലും ഇത് എപ്പോഴും ഇതിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വൈഫിൻ്റെ അവിടെ അവർക്ക് പരിചയമുള്ള ഒരു ജ്യോത്സ്യനെ ഒന്ന് പോയി കാണാം, എന്താണ് ഇതിൻ്റെ കാരണം എന്നൊന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി. അപ്പോൾ ഞാൻ തന്നെയാണ് പോയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരുപാട് ഈ റബ്ബർ തോട്ടത്തിൽ കൂടെയൊക്കെ പോകണം. അങ്ങനെ അന്നൊന്നും കാറിൻ്റെ അത്ര ഫുള്ളായിട്ട് കാറ് പോകുന്ന ഒരു കാലമൊന്നും അല്ല. അപ്പോൾ കുറേ ബസ് ഇറങ്ങിയിട്ട് നടന്നിട്ടൊക്കെ വേണം പോകാൻ. എന്തായാലും അവിടെ ചെന്നു. അത് വളരെ കേമനായിട്ടുള്ള ജ്യോത്സ്യനാണ്. എന്തായാലും അദ്ദേഹത്തിനോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ സ്വതവേ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കാര്യം അറിയണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് നമ്മുടെ പേരും നാളും അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ പേരും നാളും പറഞ്ഞിട്ട് നമ്മൾ എൻ്റെ പേരിൽ ഒരു പ്രശ്നം വെക്കണം, അല്ലെങ്കിൽ എൻ്റെ ജാതകം, അല്ലെങ്കിൽ ജാതകം നോക്കി പറയുക വേണ്ടു വെച്ചാൽ ജാതകം കൊടുക്കുക, ജാതകം നോക്കി ഒന്ന് പറയണം പറഞ്ഞാൽ അവരാണ് ഇങ്ങോട്ട് പറയേണ്ടത്. നമ്മൾ അങ്ങോട്ട് ഒന്നും പറയാൻ പാടില്ല. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമേ നമ്മൾ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മിക്കവാറും ആൾക്കാരും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരും ഇവരോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് അത് അറിഞ്ഞുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ബാക്കി കൺവേഴ്സേഷൻ വരുന്നത്. അപ്പോൾ അതിൽ അവരുടെ ആ ഫുൾ കഴിവ് നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഇദ്ദേഹം അങ്ങനെയൊന്നുമല്ല. ഇദ്ദേഹം ജസ്റ്റ് എന്താ വന്നതെന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മൾ നാളും പേരുന്നാളും വേണ്ടിയിട്ട് പ്രശ്നം വെക്കണം എന്ന് പറഞ്ഞാൽ അത് വെക്കും. അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങും. അതുമാതിരിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പ്രശ്നം വെക്കണം. എന്തിനാ വന്നതെന്നോ എന്താണോ ഒന്നും പറഞ്ഞില്ല. പ്രശ്നം വെച്ചു. അദ്ദേഹം ഉടനെ തന്നെ ചോദിച്ചു, പാമ്പിനെ സ്വപ്നം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉവ്വ്. പാമ്പ് കടിച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല. എന്നാൽ ഒരു സർപ്പദംശനത്തിനുള്ള യോഗം കാണുന്നുണ്ട്. അപ്പോൾ പക്ഷെ അദ്ദേഹം എന്താണ് എന്നൊന്നും പറഞ്ഞില്ല. ഇത് അതികഠിനമായിട്ടുള്ള ഒരു ഇത് കാണുന്നുണ്ട് അതിൻ്റെ യോഗം. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, നമുക്കിതിൽ വൈക്കത്തെ ഭസ്മം മേടിച്ച് കുറിയിട്ട് കഴിഞ്ഞാൽ പാമ്പിൻ്റെ ദംശനത്തിൽ നിന്ന്, സർപ്പദംശനത്തിൽ നിന്നും പാമ്പിൻ്റെ ദോഷങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാമെന്ന് പറയുന്നുണ്ട്, സ്വതവേ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈക്കത്ത് പോയിട്ട് അവിടുത്തെ ഭസ്മം അതെന്താ വെച്ചാൽ വളരെ വിശേഷമാണത്. അപ്പോൾ അത് മേടിച്ചിട്ട് ഒന്ന് കുറിയിടൂ, എന്നിട്ട് ഭഗവാനെ തന്നെ ധ്യാനിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല, വേഗം പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും തന്നെ ഏകദേശം ഇത് കഴിഞ്ഞ് സംസാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യയായി. അപ്പം ഞാൻ വേഗം അവിടുന്ന് വേഗം ഓടി. ഇനിയിപ്പോൾ ഈ തോപ്പ് മുഴുവൻ, റബ്ബർ തോട്ടം മുഴുവൻ കഴിഞ്ഞിട്ട് വേണം ബസ്സിൻ്റെ അവിടേക്ക് എത്താൻ. അപ്പോൾ ഞാൻ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടാണ് ഓടണത്.
മാർക്കാണ്ഡേയൻ ഓടിയ മാതിരി തന്നെയാണ് ഓടിയത് ഒരു വിധത്തിൽ. എന്തായാലും പാമ്പുകളൊന്നും പിന്നാലെ വന്നില്ല, ആരും കടിച്ചുമില്ല. എന്തായാലും ഞാൻ വീട്ടിലെത്തി. അത് കഴിഞ്ഞ് അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ വൈഫ് ഹൗസിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു. അച്ഛനെയും കൂട്ടിയിട്ട് വൈക്കത്ത് പോയി ഭസ്മൊക്കെ മേടിച്ചു, അതൊക്കെ കുറിടാൻ തുടങ്ങി. പക്ഷേ പാമ്പ് പോകുന്നില്ല. പാമ്പ് പിന്നെയും സ്വപ്നത്തിൽ പിന്നെയും ഇതേമാതിരി തന്നെ നിൽക്കണം. അപ്പം ഞാൻ അച്ഛനോട് പിന്നെയും പറഞ്ഞു, ഇതിങ്ങനെ ഒന്നും മാറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ ഇനി നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മളെ വീട്ടിലെപ്പോഴും വരുന്ന ഒരു ജ്യോത്സ്യനുണ്ട്. ഇതിപ്പോൾ ആദ്യം കണ്ടത് വൈഫ് ഹൗസിൻ്റെ അവിടെയാണല്ലോ. അപ്പോൾ ഇദ്ദേഹം വളരെ വിശേഷമായിട്ടുള്ളൊരു കേമനായിട്ടുള്ള ജ്യോത്സ്യനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പോവാം, എന്താണെന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ അദ്ദേഹം ഇതുമാതിരി വളരെ കേമനാണ്. കാര്യങ്ങൾ അങ്ങോട്ടൊന്നും പറയാണ്ട് തന്നെ നമ്മുടെ രാശി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കണ്ടുപിടിക്കാൻ വളരെ കേമനായിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ പോയി, അവിടെ ചെന്നു. അങ്ങനെ ഇപ്പം അപ്പോഴും ഞാനൊക്കെ എപ്പോഴും ഞാനിത് മോതിരം കയ്യിലുണ്ട് എൻ്റെ. അവിടെ ചെന്നു, എന്താണെന്ന് ചോദിച്ചു. എനിക്കൊരു പ്രശ്നം വെക്കണം എന്ന് പറഞ്ഞു, പേരും നാളും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കണേ. പ്രശ്നം വെച്ചു. അപ്പോൾ അതിൽ സർപ്പം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, പാമ്പിനെ സ്വപ്നം കാണുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു. കടിച്ചിട്ടില്ലല്ലോ ഇതുവരെ എന്ന് ചോദിച്ചു. ഇല്ല. അദ്ദേഹം കുറേ നേരം ആ രാശിയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അപ്പം ഞാൻ കൈയൊക്കെ എൻ്റെ കയ്യിൽ മോതിരം ഉണ്ടെന്നൊന്നും അദ്ദേഹത്തിന് കാണില്ല. പക്ഷെ അദ്ദേഹം ചോദിച്ചു, വിരലിൽ വല്ല മോതിരവും കല്ലുള്ള മോതിരങ്ങൾ വല്ലതും ഇട്ടുണ്ടോ ചോദിച്ചു. ഉവ്വ്. അതൊന്ന് ഊരിയിട്ട് ഈ രാശിപ്പലകയുടെ മുമ്പിൽ വെക്കൂ, മേശപ്പുറത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞു. അവിടെ വെച്ചു. അദ്ദേഹം ആദ്യം ഒരു പ്രശ്നം വെച്ചു. അപ്പം ഈ പാമ്പും ഇല്ല, ഒന്നുമില്ല അവിടെ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ സാധാരണ ഈ കല്ലുകൾ നമ്മൾ വാങ്ങുന്ന ഈ സെമി പ്രഷ്യസ് ആണെങ്കിലും പ്രഷ്യസ് ആണെങ്കിലും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വലിയ പീസുകളായിട്ടുള്ളതിനെ ഓരോരുത്തരും വാങ്ങിയിട്ട് അതിനെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് അങ്ങനെ റീസെയിൽ ചെയ്തിട്ടാണ് കടകളിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളത് പലതും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ കല്ല് ഒരു ക്ഷേത്രത്തിലേക്ക് കൊടുത്തിരുന്ന കല്ലായിരുന്നു. മഹാദേവൻ്റെ ശിരസിൽ അണിഞ്ഞിരുന്ന കല്ലാണ്. അതെങ്ങനെയോ ആരോ കൊണ്ടുപോയി അത് കഷ്ണങ്ങളാക്കി വിറ്റു. അങ്ങനെ വന്നിട്ടുള്ള എൻ്റെ ഒരു കഷ്ണമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ കടയിൽ നിന്നും വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കയ്യിൽ വെക്കണ്ട, അത് തിരിച്ച് കൊടുക്കൂ എന്നാണ് ഈ പാമ്പുകൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കണത്. അത് അറിയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സിലായില്ലേ? അതിപ്പോൾ ഞാൻ ഭഗവാന്റെ നാമം ജപിക്കുന്നത് കൊണ്ട് എന്നെ കടിക്കുന്നില്ല. അല്ലെങ്കിൽ വേറെ സാധാരണ എന്താ വെച്ചാൽ സർപ്പദംശനം തന്നെയാണ് ഉണ്ടാവുക. ഒരു ശിവഭക്തനെ പാമ്പുകൾക്ക് കടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതാണ് നിങ്ങളെ ഇത്രയും ഇതാക്കിയത്, ഇത്രയും കാണിച്ചു തന്നേ ഉള്ളൂ. അതിനി വെക്കരുത് എന്നിങ്ങനെ പിന്നെയും സ്ട്രോങ് ആയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ, ഈ മോതിരത്തിൽ നിന്ന് ഈ കല്ല് അങ്ങോട്ട് മാറ്റിയിട്ട് ആ കല്ല് ഏതെങ്കിലും, നമുക്കിപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ലല്ലോ, അപ്പോൾ നമ്മൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ കൊടുക്കുക. എന്നിട്ട് ആ മേശാന്തിയോട് പറയുക, ഇത് ഭഗവാന്റെ ശിരസ്സിൽ എന്നും അണിയണം. അപ്പോൾ അത് അണിഞ്ഞില്ലെങ്കിൽ പിന്നെ അത് അവർക്കാണ് അതിൻ്റെ ദോഷം. നമ്മളവിടെ ഇത് പറഞ്ഞിട്ട് നടക്കിൽ വയ്ക്കുക, ഇത് ഭഗവാന്റെ ശിരസ്സിൽ അണിയണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പിടിപ്പണം വെച്ചിട്ട് പറയുക, എനിക്കത് അറിയാണ്ട് പറ്റിയതാണ്, അതുകൊണ്ട് ഇത് അവിടേക്ക് തന്നെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ സമർപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ നെക്സ്റ്റ് ഡേ തന്നെ അത് കൊണ്ടുപോയി കല്ല് അതിൽ നിന്ന് മാറ്റിയിട്ട് അതവിടെ കൊണ്ടുപോയി ഒരു ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ചു. അതോടുകൂടി പിന്നെ പാമ്പിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളും അതിൽ ഉറക്കത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഭഗവാൻ ഏത് വിധത്തിലാണ് ഭക്തനെ രക്ഷിക്കാൻ പറ്റുക, ആരെ ത്രൂ ആണ് അതിനുള്ള മെസ്സേജ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ അവരെന്നെ തീരുമാനിക്കും. അതാണ് നമ്മുടെ ഭക്തവാത്സല്യം എന്ന് പറയുന്നത്. അതാണ് അങ്ങനെ ഒരു ഇതുണ്ടായി. ശംഭോ മഹാദേവ.